ഷാജൻ സ്കറിയ യൂട്യൂബ് ചാനലുടമ ഷാജൻ സ്കറിയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. മാഹി സ്വദേശിനിയുടെ പരാതിയിലാണ് ഷാജൻ സ്കറിയയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അപകീർത്തികരമായ പരാമർശങ്ങൾ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയെന്നുള്ള പരാതിയിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നെ പിടിച്ചോണ്ട് വന്നു, കേസ് എന്താണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കത്തില്ല, തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കെതിരെയും പോരാടും. പിണറായി തുലയട്ടെ. അഴിമതിയുടെ വീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുദ്ധീകരണത്തിനെതിരെ പോരാടും. എല്ലാം കള്ളക്കേസ്. ഒരു കേസിൽ എന്നെ ജയിലിൽ അടച്ചിട്ടില്ല. വീണ്ടും ഷർട്ടിടാൻ അവസരം കിട്ടിയില്ല. മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു. അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നു. വരൂ, ആരെ വിളിക്കാൻ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ് പിണറായി സന്ദ്രയട്ടെ. ഷാജൻ സ്കറിയയുടെ പ്രതികരണമാണ് കേട്ടത്. ഇപ്പോൾ എടുത്തതുൾപ്പെടെ എല്ലാം കള്ളക്കേസാണ് എന്നുള്ള പ്രതികരണമാണ് ഷാജൻ സ്കറിയ നടത്തുന്നത്. സുലേഖ ശശികുമാറിലേക്ക് പോകുന്നു. സുലേഖ, വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടയിലാണ് കള്ളക്കേസാണ് എന്നുള്ള പ്രതികരണം ഷാജൻ സ്കറിയുടേതായി വരുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ കള്ളക്കേസാണ് എന്നത് തന്നെയാണ് ഷാജൻ സ്കറിയുടെ പ്രതികരണമായി ലഭ്യമായിട്ടുള്ളത്. എന്തായാലും വൈദ്യപരിശോധനയ്ക്ക് ഷാജൻ സ്കറിയെ കൊണ്ടുപോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാഹി സ്വദേശിയായിട്ടുള്ള യുവതിയുടെ പരാതിയിന്മേലാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സിറ്റി സൈബർ പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ വീട്ടിൽ വെച്ചാണ് ഷാജൻ സ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരി, സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. അല്പം മുമ്പാണ് ഷാജൻ സ്കറിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. 2014 ഡിസംബർ 23-നാണ് ഈ യൂട്യൂബ് ചാനൽ വഴി ഷാജൻ സ്കറിയ അപമാനിച്ചു എന്നുള്ളൊരു പരാതി ഈ യുവതി നൽകിയിരിക്കുന്നത്. അപകീർത്തിപ്പെടുത്തി എന്നുള്ളതും സമൂഹത്തിന് മുന്നിൽ മോശക്കാരിയായി ചിത്രീകരിച്ചും എന്നുമാണ് പരാതിയിൽ പറയുന്നത്. ആ കേസിലാണ് ഇപ്പോൾ ഷാജൻ സ്കറിയയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ഷാജൻ സ്കറിയയെ കൊണ്ടുപോവുകയാണ്. സുലേഖ ശശികുമാർ വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ വീണ്ടും ചേരും. വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ കള്ളക്കേസാണ് എന്നുള്ള പ്രതികരണമാണ് ഷാജൻ സ്കറിയ നടത്തുന്നത്. സുലേഖ, മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. അതായത് ഷാജൻ സ്കറിയ പൊതുവിൽ ഈ വീഡിയോകളിലൊക്കെയും ഈ നിലയിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ നിരന്തരമായി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളുമായി ഒന്നും ഒരു ബന്ധവുമില്ലാത്തൊരു സ്ത്രീയാണ് അവരെ വ്യക്തിപരമായി അപമാനിച്ചു എന്ന പേരിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആ പരാതിയും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആയുധമാക്കി ഉപയോഗിക്കാനാണോ ഷാജൻ സ്കറിയയുടെ ശ്രമം? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു ആയുധമാക്കി ഈ ഒരു കേസ് തനിക്കെതിരെ വന്നിട്ടുള്ള അറസ്റ്റിനെ മാറ്റാനാണ് ഷാജൻ സ്കറിയ ശ്രമിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മോളെ സംരക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള നടപടി എന്നത് തന്നെയാണ് ഷാജൻ സ്കറിയ മുഖ്യമന്ത്രിക്കെതിരെ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നേരത്തെ ഇപ്പോൾ തന്നെ മാഹി സ്വദേശിയായിട്ടുള്ള യുവതിയുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ ഷാജൻ സ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ അറസ്റ്റ് ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിന്മേലാണ് ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് എന്നത് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. അതിന്റെ ഒരു പ്രകോപനത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ആരോപണം അത് മുഖ്യമന്ത്രിക്ക് നേരെ ഷാജൻ സ്കറിയ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്കാണ് ഷാജൻ സ്കറിയെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഷാജൻ സ്കറിയെ ഈ കുടപ്പരക്കുന്നിലെ വീട്ടിൽ വെച്ച് പോലീസ് സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടാണ് ഷാജൻ സ്കറിയെ പക്ഷേ ഈ ഷാജൻ സ്കറിയെ ഈ നിലയിൽ കെട്ടിച്ചമച്ച കേസ് എന്നൊക്കെയുള്ള പ്രതികരണം നടത്തുമ്പോൾ പക്ഷേ ഈ പരാതിക്കാരി കോടതിയിൽ രഹസ്യമൊഴി നൽകുകയും ഈ കോടതിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുമല്ലേ ഇത്? തീർച്ചയായിട്ടും വർഷം അത് തന്നെയാണ്. കോടതിയിലടക്കം കൊടുത്തിട്ടുള്ള മൊഴിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കേസിൽ നിന്ന് മുഖം തന്നെ രക്ഷിക്കാനുള്ള ഒരു ആരോപണം മാത്രമായിട്ടാണ് ഷാജൻ സ്കറിയ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പേരടക്കം ഈ ഒരു ആരോപണം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരിൽ. പക്ഷേ നമുക്കറിയാം ഇത്തരത്തിൽ കോടതിക്ക് നൽകിയ രഹസ്യമൊഴി, അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി, അതിലടക്കം ഇത്തരത്തിൽ ഷാജൻ സ്കറിയക്കെതിരെ തനിക്ക് നേരെ
സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതിനൊപ്പം തന്നെ മറ്റ് ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയെന്നത് ഈ മാഹി സ്വദേശിയായിട്ടുള്ള യുവതി പറയുന്നുണ്ട്. ഇതടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സൈബർ പോലീസ് ഷാജൻസ്കറിയക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഷാജൻസ്കറിയെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കേസുകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വകുപ്പുകളാണ് ഷാജൻസ്കറിയക്കെതിരെ പോലീസ് സൈബർ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡിസംബർ 23 ചാനൽ വഴി ഷാജൻസ്കറിയ ഇത്തരത്തിൽ വീഡിയോ സംപ്രേഷണം ചെയ്തത്. ഈ ഒരു വീഡിയോ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് യുവതി പരാതിയും നൽകിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് ഷാജൻസ്കറിയെ കൊണ്ടുപോകുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും ഇപ്പോൾ ഈ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് ഷാജൻസ്കറിയെ എത്തിച്ചിട്ടുണ്ട്. സുലേഖ, ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്നുണ്ടോ അതോ നാളെ രാവിലെ കോടതിയിൽ എത്തിക്കുകയാണോ ചെയ്യുക? അതിൽ നമുക്കൊരു വ്യക്തത വരേണ്ടതുണ്ട്. വർഷ എന്തായാലും ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് ഷാജൻസ്കറിയെ എത്തിച്ചിട്ടുണ്ട്. വൈദ്യപരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തന്റെ മുഖം രക്ഷിക്കുക, തടി രക്ഷിക്കുക എന്നുള്ളൊരു കാര്യമോ ഇല്ല, അതൊന്നുമില്ല. 10 ദിവസത്തിന് നോട്ടീസ് ഹൈക്കോടതി ഉത്തരവുള്ള അതൊന്നും തന്നില്ല. രാത്രി ഞാൻ നാട്ടിൽ നിന്ന് അമ്മയപ്പനും കൂട്ടിക്കൊണ്ട് വന്നതാണ്. എനിക്കറിയത്തില്ല, അതൊന്നും സംഭവിച്ചില്ല. പറഞ്ഞു മൊബൈൽ വിളിച്ചാരും പറയാൻ പോലും സംഭവിച്ചില്ല. പരാതി എന്താണെന്ന് അറിയത്തില്ല. പിന്നെ എങ്ങനെ ശരിയുണ്ടോ എന്ന് പറയില്ല. എന്നോട് പറഞ്ഞിട്ടില്ല, ഒപ്പിടിപ്പിച്ചു, അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു, വകുപ്പ് പറഞ്ഞു.